ഷുഗർ, ബി പി, അതുപോലെ ഈ കിഡ്നി രോഗങ്ങൾ, മറ്റുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് ആദ്യം നമ്മൾ സാധാരണ ആളുകൾ ചെയ്യാറ് മരുന്ന് ചികിത്സകൾക്ക് പോകും. അങ്ങനെ ഒരുപാട് കാലം മരുന്ന് കൊണ്ട് ചികിത്സിച്ച് അതിന്റെ അനുബന്ധമായി പുതിയ പുതിയ രോഗങ്ങൾ സൈഡ് എഫക്റ്റ് മൂലമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവസാനമാണ് നമ്മൾ ഇതുപോലുള്ള സ്ഥാപനങ്ങളിലേക്ക് എത്തിപ്പെടും. അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞാൻ പറഞ്ഞ മനസ്സിലൊരു ധൈര്യം ഉണ്ടെങ്കിൽ 5-6 കൊല്ലമായി ഞാൻ ബി.പിയുടെ മരുന്ന് കഴിക്കുന്നത്. ബി.പിയുടെ മരുന്ന് വെച്ചിട്ട് ഇപ്പോഴും 180, ആ സമയത്ത് 180, 120, അത് 4 തരം ബി.പിനെ മരുന്ന് കഴിക്കണേ. 4 തരം എന്ന് പറഞ്ഞാല് രാവിലെ, ഉച്ചക്ക്, രാത്രി 2 കഴിക്കണ. മെഡിക്കൽ ഷോപ്പുള്ള ആൾക്കാർ അറിയും ഇത് എത്രയാ കഴിക്കണേ നീ. പക്ഷെ എന്നിട്ട് ഈ ബി.പി റെഡ്യൂസ് ആയില്ല. പക്ഷെ ഇവിടെ വന്ന് 3-ാമത്തെ ദിവസമാണ് എനിക്ക് 120 വന്ന് മരുന്നൊന്നും ഇല്ലാതെ. അപ്പൊ അതന്നെ ശരിക്കും ഞാൻ ഭയങ്കര ആശ്രയിപ്പോയി. ഞാൻ പറഞ്ഞ വെച്ചാല് ഫസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യമേ ഇവിടെ വരുന്ന നല്ലത്, ഇത്തരം ചികിത്സ സ്വീകരിക്കുന്നതല്ല. കാരണം വെച്ചാല് വെറുതെ ഞങ്ങള് അപ്പൊ ആൾക്കാർ പറയും, കുറെ കുറ്റപ്പെടുത്തലുണ്ടാവും, കുറെ ആൾക്കാർ പറയും, അങ്ങനെ ആരും സപ്പോർട്ട് ചെയ്യില്ല. കാരണം എല്ലാരും മനസ്സിലുള്ളത് 4 ഗുളിക എപ്പോഴും കഴിച്ചാല് സംഗതി ഒന്നും വേണ്ട. എന്റെ ഒപ്പം 35 വരെ ഷുഗറിന് ഗുളിക കഴിക്കണം. ഒരു മാറ്റമില്ല. കാരണം ഷുഗർ ഉണ്ട്, 2 തരം ഇൻസുലിൻ ഉണ്ട്. എന്നിട്ട് മൂപ്പര് ഷുഗർ ഫാസ്റ്റിങ്ങിന് 200 ഉണ്ടാവും, മറ്റേ 350 ഉണ്ടാവും. അപ്പൊ മൂപ്പര് ഇത് തുടർച്ചയായി കഴിക്കുന്നുണ്ട്, മൂപ്പർക്ക് ഒരു മാറ്റമില്ല. മാറ്റം എന്ന് പറഞ്ഞപ്പോ ഒരു കണ്ണിന്റെ കാഴ്ച ചെറുങ്ങനൊക്കെ കുറഞ്ഞുണ്ട്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാല് ഒരു കാലിന് മറ്റേ തിരിച്ചറിവില്ല. ആ കാലം നമ്മൾ അടിച്ചാലോ മുറിഞ്ഞാലോ ഒന്നും അറിയില്ല. ഇതാണ് ഇപ്പൊ മാറ്റം എന്ന് പറയാനുള്ളത്. പക്ഷെ ഇവിടെ വന്ന് ഞാൻ കുറെ ആൾക്കാരെ സംസാരിച്ചപ്പോ ഷുഗർ 350 ഒരാള് ഇന്നലെ നമ്മളെ ചർച്ച നടക്കും രാത്രി. അപ്പൊ പുള്ളി പറഞ്ഞത് പുള്ളിക്ക് 350 4 ദിവസം കൊണ്ട് 120, 103 ആയിരുന്നത്. മരുന്നൊന്നും ഇല്ലാണ്ട് വെറുതെ. നമസ്കാരം. നമ്മുടെ സ്ഥാപനത്തിൽ കുറച്ച് ദിവസങ്ങളായി ചികിത്സയിൽ എത്തുകയും തൻ്റെ ചികിത്സാനുഭവം പങ്കുവെക്കുന്നതിന് വേണ്ടി നമ്മളെ മുന്നിൽ എത്തിയിട്ടുള്ളത് കോഴിക്കോട് സ്വദേശിയായ അഫ്സർ എന്ന സഹോദരനാണ്. അദ്ദേഹത്തിന്റെ ചികിത്സാനുഭവങ്ങളിലേക്ക് നമുക്ക് കടക്കാം. കോഴിക്കോട് എവിടെയാണ് വീട്? കോഴിക്കോട് മിംസിന്റെ അടുത്ത്. ഓക്കെ. എന്ത് രോഗവുമായി ബന്ധപ്പെട്ടാണ് താങ്കളുടെ ചികിത്സക്ക് എത്തിയിട്ടുള്ളത്? ഞാൻ മെയിൻലി ബി.പി, ബ്ലഡ് പ്രഷറും പിന്നെ ക്രിയാറ്റിനും ബ്ലഡ് പ്രഷർ. പക്ഷെ ഇപ്പം പോകുമ്പോൾ 12 ദിവസം ഞാനിവിടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. 12 ദിവസം എടുക്കുന്നത്. ഇപ്പൊ വരുന്ന സമയത്ത് ക്രിയാറ്റിൻ എത്ര ഉണ്ടായിരുന്നു? 9.58. 9.58. ഇപ്പൊ എത്ര ദിവസമായി നമ്മൾ ചികിത്സയിൽ എത്തിയിട്ട്? 12 ദിവസം. 12 ദിവസം. ഓക്കെ. വരുന്ന സമയത്ത് ഈ ക്രിയാറ്റിന്, ബ്ലഡ് പ്രഷർ എന്ന പ്രശ്നം ടെസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളത് ഈ ഒരു ലെവലിൽ റിപ്പോർട്ടായിട്ടാണ് വന്നത്. അപ്പൊ ഈ വരുന്ന സമയത്ത് മറ്റെന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു? പ്രയാസങ്ങൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ബോഡി മൊത്തം മെലിഞ്ഞു പോയി, വേദന, പിന്നെ നല്ല ക്ഷീണം. കാരണം ഭക്ഷണം ഇപ്പൊ എല്ലാരും പറഞ്ഞിട്ട് നിയന്ത്രിച്ച് ഒന്നുമില്ല. സാധാ ഒരു എന്താ പറയാ, അരിന്റെ ഭക്ഷണം കഴിക്കരുത്, ഫ്രൂട്ട് അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ദിവസം ഇവിടെ വന്നപ്പോ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പേടിയായിരുന്നു. അതെന്താ വെച്ചാല് അന്ന് രാത്രി ഡിന്നറിന് എന്നത് ഫ്രൂട്ട്സ് ആണ്, പിന്നെ ഉച്ചക്ക് അതേപോലെ എത്തുന്നത് ചമ്മന്തിയാണ്. അപ്പൊ ഇത് തേങ്ങ എടുത്തു കൂടെ കൊണ്ടുവരുന്ന പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. സത്യം പറഞ്ഞാൽ വൈഫിനോട് ഞാൻ ചോദിച്ചു, ഇത് കഴിക്കണോ, എന്താ ചെയ്യത്? ഇപ്പൊ പിന്നെ സ്മെല്ലി കഴിക്കുക, ഒരു കുഴപ്പമില്ല. അങ്ങനെയാണ് ഞാൻ കഴിച്ചത്. അപ്പൊ പിന്നെ അതിന്റെ റിസൾട്ട് ശരിക്കും അറിയാൻ തുടങ്ങി ഒരു 6 ദിവസം 7 ദിവസം മുന്നേ നമ്മള് ഷുഗറിന്റെ ഇത് നോക്കി. ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോ 125 ഉണ്ടായിരുന്നു ഫാസ്റ്റിങ്ങില്. പക്ഷെ അതേ ഷുഗർ അന്ന് ടെസ്റ്റ് ചെയ്തപ്പോ 95 ഉള്ളൂ. പിന്നെ ഞാൻ 5-6 കൊല്ലം ബി.പിന്റെ മരുന്ന് കഴിക്കുന്നു. ബി.പിന്റെ മരുന്ന് 5-6 കൊല്ലം കഴിക്കണ്. മരുന്ന് കഴിച്ചിട്ട് എനിക്ക് 180, 120 തന്നെ നിൽക്കല്, ഒരു മാറ്റമില്ല. അപ്പോ പിന്നെ ഇവിടെ വന്ന് അതേപോലെ ടെസ്റ്റ് അന്ന് വന്ന ദിവസം 180, 100. പിന്നെ ഇവിടെ വന്ന് എന്തായാലും ഇങ്ങനെ മെല്ലെ മെല്ലെ 2-3-ാമത്തെ ദിവസം 130, 100. പിന്നെ കഴിഞ്ഞ് 4-5-ാമത്തെ ദിവസം അത് 120, 80. അപ്പൊ അതിൽ തന്നെ പോണ്ട്. ഒരു ഗുളിക ഞാൻ കഴിക്കില്ല പോയാലും. ക്രിയാറ്റിന്റെ അതിന് 9.58 ഇവിടെ വരുമ്പോ ശരിക്കും പ്രതീക്ഷ നശിച്ചാ വന്നത്. കാരണം ഇത് ലാസ്റ്റ് ചികിത്സകള് നേരത്തെ എത്ര കാലമായിട്ട് ചികിത്സ ചെയ്യുന്നുണ്ട്? ക്രിയാറ്റിൻ ലാസ്റ്റ് അറിഞ്ഞത് ഇപ്പൊ ഒരു 6 മാസം മുന്നേ. 6 മാസം മുന്നേ ഹോസ്പിറ്റലിൽ എമർജൻസി ആയിട്ട് കൊണ്ടുപോയതാ, വയ്യാണ്ട് ഹൗസ്മാരിലെ ആയിട്ട്. അവിടുന്ന് ടെസ്റ്റ് ചെയ്യുമ്പോ 12.75. ശരിക്കും അതിന്റെ റീസൺ എന്താ വെച്ചാല് എന്ത് ഭക്ഷണം കഴിക്കുമെന്ന് എനിക്കറിയില്ല, എനിക്കും അല്ല വീട്ടുകാർക്കും അല്ല. പക്ഷെ ഞങ്ങൾ കേൾക്കണ യൂട്യൂബ് ആയാലും ഞങ്ങൾ കേൾക്കണ മറ്റേ പുറത്തുള്ള ആൾക്കാർ പറയണായാലും ഹോസ്പിറ്റലിൽ നിന്നാണ് തരുമ്പോൾ തേങ്ങ കഴിക്കരുത്, പിന്നെ ഫ്രൂട്ട്സ് ഒരു 3 ഫ്രൂട്ട്സ് ഉണ്ട്, അത് മാത്രം കഴിക്കാം, ആ 2 പച്ചക്കറി മാത്രം കഴിച്ചാൽ മതി, വേറെ എല്ലാം കഴിക്കാം. അപ്പൊ അതിന് തുല്യമായിട്ട് ഓരോന്ന് ഉണ്ടാക്കി തരും വീട്ടിൽ നിന്ന്. അതും 2 ചപ്പാത്തി അല്ല 2 അരിദോശ. അപ്പൊ തന്നെ ഞാൻ ആകെ ക്ഷീണിതനെയും. പക്ഷെ ഇതെങ്ങനെ മാറട്ടെ അരിച്ചിട്ടാ. പക്ഷെ ഇവിടെ വന്നപ്പോ ഫുഡ് കഴിച്ചപ്പോ സത്യം പറയുകയാണെങ്കിൽ ഒരു നല്ല ഉന്മേഷമുണ്ട്.
അതായത് പുറത്തുനിന്ന് നമ്മൾ ഭക്ഷണത്തെ കുറിച്ച് കേട്ട ആ ഒരു ധാരണ ഒക്കെ മാറി അതന്നെയാണ് വിപരീതമായിട്ടുള്ള ഒരു ഭക്ഷണ കാരണം രീതി വെച്ചാല് അവിടെ നിന്നു. അന്ന് ശനിയാഴ്ച ഒരു വൈകുന്നേരമാണ് ഞാൻ അഡ്മിറ്റ് ചെയ്തത്. രാത്രി ഡിന്നർ വരുന്നത് പത്തക്ക, ആപ്പിള്, പിന്നെ മാങ്ങ പറഞ്ഞാല് ഈ 5 മാസം ഞാൻ തൊട്ടില്ല, അടുത്തു കൂടെ പോയില്ല. വീട്ടിൽ മാങ്ങ ഉണ്ടായിട്ട് തൊട്ടില്ല. മാങ്ങ ഇഷ്ടമാണ്. മാങ്ങ ഇഷ്ടമാണ് എല്ലാവർക്കും, പക്ഷെ മാങ്ങ നോക്കി തന്നെ ഇങ്ങോട്ട് തിരിച്ചു പോല. ആ മാങ്ങ അല്ല തരുന്നത്. പിന്നെ അനാറ്. അപ്പോ എനിക്ക് നല്ല പേടി, കഴിക്കുമ്പോ എന്താ വെച്ചാല് പേടി ഉണ്ടായിരുന്നു ഇത് കൈവിട്ട് പോവാതെ. പക്ഷെ അൽഹംദുലില്ലാ റിസൾട്ട് വന്നപ്പോ ഇപ്പം 9.5 കിട്ടുന്ന എനിക്ക് 12 ദിവസം കൊണ്ട് 6.5 ഉണ്ട്. 6.5 വന്നു. അതെ അൽഹംദുലില്ലാ. സാധാരണ ഡയാലിസിസ് ചെയ്താൽ പോലും ഇല്ല, പെട്ടെന്ന് ഇത്രയും ഒരു കാലയളവിൽ കുറയ്ക്കാൻ പറ്റൂല. പറ്റാത്ത സംഭവമാണ്. ആ, അതാണ് നമുക്കൊരു 12 ദിവസത്തെ ചികിത്സ കൊണ്ട് 9.5 ഉണ്ടായിരുന്നത് 6.5 അതെ അതോടൊപ്പം താങ്കൾ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കുറെ ഉണ്ടെന്ന് പറഞ്ഞു. പ്രഷർ ഉണ്ട്, അതുപോലെ തന്നെ ക്രിയാറ്റിൻ ഉണ്ടെന്ന് പറഞ്ഞു. അതോടൊപ്പം നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും അനുഭവിച്ചിരുന്നു. അത്തരം പ്രശ്നങ്ങൾക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായത്? ഒന്നെന്ന് പറഞ്ഞാല് വെയിറ്റ് ലോസ് ഓക്കെ. പക്ഷെ ടോട്ടലി നമ്മള് എന്താ പറയാ 2 അടി നടക്കുമ്പോഴത്തേക്ക് ഒരു ക്ഷീണം പോലെ നമുക്കൊന്നും എന്താ പറയാ അങ്ങനെ ഇരിക്കാ പോവല്ലാണ്ട് അത്ര ഇതില്ല. പക്ഷെ ഞാനിപ്പോ 12 ദിവസം ഞാൻ ഹോസ്പിറ്റൽ എല്ലാവരോടും സംസാരിച്ച് നടക്കുകയാണ്. ആ ഒരു ഫ്രഷ്നെസ് ഉണ്ട്, നമുക്കൊരു ഫ്രഷ്നെസ് കിട്ടുമല്ലോ. ഞാൻ അവിടെ വരുമ്പോ ആരോടും സംസാരിക്കണ്ട, 2 ദിവസം റൂമിൽ തന്നെ ഇരിക്കുന്നു. ആരോടും സംസാരിക്കാൻ ഒരു മൂടില്ല. മൂടുമല്ല, ആവശ്യത കുറച്ച്. ഇപ്പൊ അതിലും മാറി. ഞാനിപ്പോ എല്ലാരും കയറി, എല്ലാ പേഷ്യൻസും നമ്മളെ ഫ്രണ്ട്സായി ഓരോട് കയറി സംസാരിക്കുക. അതിലാണ് കുറച്ചും കൂടി എനിക്ക് നല്ല ഇത് തോന്നുന്നത്. ഒരു മാറ്റം തോന്നി. അതന്നെ ഒരു മാറ്റമുള്ള. കാരണം നമ്മള് റിപ്പോർട്ട് അല്ലാണ്ട് തന്നെ നമ്മളെ മനസ്സിന്റെ ഉള്ളിലുള്ള ഓരോ കുറെ മാറ്റങ്ങൾ ഉണ്ടല്ലോ. റിപ്പോർട്ട് പറഞ്ഞാൽ ഒക്കെ ഉണ്ട്, റിപ്പോർട്ടില് ചില റിപ്പോർട്ടും ഓരോ ലാബിന് മാറി വരുന്നുണ്ട്. പക്ഷെ മാനസികമായിട്ടും ശാരീരികമായിട്ടും കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ വരുന്ന സമയത്ത് ക്ഷീണവും അതുപോലെ നടക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ശേഷം നല്ല എക്സസൈസ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. യോഗ ചെയ്യുന്നുണ്ട്, രാവിലെ എക്സസൈസ് ചെയ്യുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ മെയിൻലി ഇവിടുത്തെ ഫുഡും പിന്നെ ചെറിയ ട്രീറ്റ്മെന്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് മരുന്നുകളൊന്നും എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഒന്നും തന്നിട്ടില്ല. ഭക്ഷണത്തിലെ ക്രമീകരണങ്ങളും സപ്പോർട്ടീവ് ആയിട്ടുള്ള കുറച്ച് ഡോക്ടർമാരുണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകളോട് ഈ നിങ്ങളുടെ ഇത്രയും നാളത്തെ ഇതിന് മുന്നേ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ചികിത്സ, ഇവിടെ വന്നതിന് ശേഷമുള്ള ചികിത്സ, ഈ 2 അനുഭവങ്ങളിൽ നിന്നും അതുപോലെ പുറമേ നിന്ന് നമ്മൾ കേൾവിയില്ല ഭക്ഷണത്തെ കുറിച്ചുള്ള പരാതികൾ, ഭക്ഷണം അത് കഴിച്ചാൽ രോഗം, ഇത് കഴിച്ചാൽ രോഗം, ഇതിന് അത് കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഡോക്ടർമാരിൽ നിന്നും അതുപോലെ സമൂഹത്തിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചികിത്സാ അനുഭവത്തെ കുറിച്ചും അതുപോലെ ഇവിടെ നിന്ന് രോഗം മാറി ഭക്ഷണത്തിലെ ക്രമീകരണങ്ങളൊക്കെ നടത്തിയിട്ടും സപ്പോർട്ടീവായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ നൽകിയിട്ടാണ് രോഗമാറ്റം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ 2 വിഷയത്തിൽ എന്താണ് ഈ വീഡിയോ കാണുന്ന പൊതുജനങ്ങളോട്? കാരണം ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്, നമുക്കറിയാം. അപ്പൊ അത്തരം ആളുകളോട് എന്ത് മെസ്സേജ് ആണ് കൊടുക്കാനുള്ളത് താങ്കൾക്ക്? ഇപ്പൊ ഇവിടെ വരുന്നക്കാട്ടി മുന്നേ അലോപ്പതി ഞാൻ കാണിച്ചത്. അപ്പൊ അലോപ്പതി കാണിച്ചപ്പോൾ അവരെനിക്ക് 2 ഓപ്ഷൻ തരുന്നുള്ളൂ. ഒന്ന് ഡയാലിസിസ് അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ്. അപ്പോൾ ഇത് കേൾക്കപ്പോൾ തന്നെ അന്ന് ഹോസ്പിറ്റലിൽ ഞാൻ വൈഫിനെ പറഞ്ഞു, ആകെ ഞാൻ തകർന്നു. കാരണം മാനസികമായിട്ടും തകർന്നു, പിന്നെ വേറെ ചിന്തകളിലും വന്നപ്പോൾ ആകെ ഒരു ഇതില്ല. കാരണം ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ല. അതിൽ ഇങ്ങനെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ അത് ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഞാൻ ആ ഒരു 15 ദിവസം ഹോസ്പിറ്റലിൽ ഗുളിക കഴിച്ച് നിർത്തി. അത് ശരിക്കും പറഞ്ഞാൽ വീട്ടിലെല്ലാവരും ഓപ്പോസിറ്റ് ആയിരുന്നു. ഞാനും എൻ്റെ വൈഫും മാത്രമേ ഉള്ളൂ അതിൽ പിടിച്ചു നിന്നത്. ഇത് ചെയ്യാന്നുണ്ട് വീട്ടിലെല്ലാവരും പറഞ്ഞ് മണ്ടത്തര തന്നെ ചെയ്യുന്നത്. പക്ഷെ എൻ്റെ ഒരു വൈഫിന്റെ ഒരു ആത്മബലം ഓള് തന്ന് അതിനാണ് ഞാൻ നിന്നത്. എല്ലാവരും പറഞ്ഞു ഈ വലിയ മണ്ടത്തരയാണ്, ഇത് കൊയങ്ങി പോയിട്ട് അവിടെ കിടക്കും. അങ്ങനെ മരുന്നുകളെ കൊണ്ടും ഡയാലിസിസ് കൊണ്ടും മാറ്റിയെടുക്കാൻ കഴിയാത്ത ഒരു രോഗത്തെ മരുന്നില്ലാതെ ഭക്ഷണത്തിലൂടെയും ഇതുപോലുള്ള ട്രീറ്റ്മെന്റുകളുടെയും മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളത് അന്ധവിശ്വാസമാണെന്നുള്ളൊരു രീതിയിലാണ് പക്ഷെ എല്ലാവരും പറയുന്നത്. പിന്നെ ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് തുടങ്ങിയപ്പോൾ ചെറിയ രംഗം ഉണ്ടായിരുന്നു മാനസികമായിട്ട്. കാരണം വെച്ചാല് ഇപ്പൊ എനിക്ക് പ്രശ്നം പറഞ്ഞാൽ വൈഫിനെ വരാം, ഒറ്റപ്പെടുത്താൻ ഓള് കൊണ്ടുപോയി ഇതാക്കിയത്. പക്ഷെ ആ ഒരു മാറ്റം കണ്ടപ്പോ ഏറ്റവും വലിയ റിസൾട്ട് എന്റെ വാപ്പനും അമ്മനെ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പോകും. 2 ആളും ഷുഗറാണ്, ഒരാൾക്ക് BP ഉണ്ട്. അപ്പോൾ അതന്നെ ഞാൻ ഇപ്പൊ ചെയ്യണ. കാരണം എന്റെ സ്വന്തം അപ്പനും അമ്മനെ ഞാൻ ഇവിടെ അഡ്മിറ്റ് ചെയ്യാനാല് എനിക്ക് ഇതിൽ തൃപ്തി തന്നുകൊണ്ടുള്ള വരുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഇതിൽ സാറ്റിസ്ഫൈ ഇല്ലെങ്കിൽ ഞാൻ ആരും റെക്കമെൻഡ് ചെയ്യില്ലല്ലോ. ഞാൻ അവിടെ പറഞ്ഞു നിങ്ങള് അപ്പൊ ഇപ്പൊ വന്ന് കണ്ട് ഇപ്പൊക്കും തോന്നിയ മാറ്റങ്ങൾ അപ്പൊ നല്ല മാറ്റമുണ്ട്, മുഖലും കുറച്ച് മാറിയിട്ടുണ്ട്, ആകെ ഒരു ആക്റ്റീവായിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ. കാരണം വെച്ചാൽ ഞാൻ എൻ്റെ ഉപ്പനമ്മനെ അഡ്മിറ്റ് ചെയ്യുക, ഞാൻ ഒരാളെ റെക്കമെൻഡ് ചെയ്യുക, അതിനും കൂടുതൽ വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതുപോലെ സാധാരണ ആളുകൾ ഷുഗർ, BP, അതുപോലെ ഈ കിഡ്നി രോഗങ്ങള്, മറ്റുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് ആദ്യം നമ്മൾ സാധാരണ ആളുകൾ ചെയ്യാറ്
മരുന്ന് ചികിത്സകൾക്ക് പോകും. അങ്ങനെ ഒരുപാട് കാലം മരുന്ന് കൊണ്ട് ചികിത്സിച്ച് അതിന്റെ അനുബന്ധമായി പുതിയ പുതിയ രോഗങ്ങൾ സൈഡ് എഫക്റ്റ് മൂലമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവസാനമാണ് നമ്മൾ ഇതുപോലുള്ള സ്ഥാപനങ്ങളിലേക്ക് എത്തിപ്പെടും. അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞാൻ പറഞ്ഞു, മനസ്സിലൊരു ധൈര്യം ഉണ്ടെങ്കിൽ 5-6 കൊല്ലമായി ഞാൻ BP മരുന്ന് കഴിക്കുന്നത്. BP മരുന്ന് വെച്ചിട്ട് ഇപ്പോഴും 180, ആ സമയത്ത് 180, 120, അത് 4 തരം BP മരുന്ന് കഴിക്കണേ. 4 തരം എന്ന് പറഞ്ഞാല് രാവിലെ, ഉച്ചക്ക്, രാത്രി 2 കഴിക്കണ. മെഡിക്കൽ ഷോപ്പുള്ള ആൾക്കാർ അറിയും ഇത് എത്ര കഴിക്കണേ നീ. പക്ഷെ എന്നിട്ടും ഈ BP റെഡ്യൂസ് ആയില്ല. പക്ഷെ ഇവിടെ വന്ന് 3-ാമത്തെ ദിവസമാണ് എനിക്ക് 120 വന്ന് മരുന്നൊന്നും ഇല്ലാതെ. അപ്പൊ അതന്നെ ശരിക്കും ഞാൻ ഭയങ്കര ആശ്രയിപ്പോയി. ഞാൻ പറഞ്ഞ വെച്ചാല് ഫസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യമേ ഇവിടെ വരുന്നതല്ലേ, ഇത്തരം ചികിത്സ സ്വീകരിക്കുന്നതല്ല. കാരണം വെച്ചാല് വെറുതെ ഞങ്ങള് അപ്പൊ ആൾക്കാർ പറയും, കുറെ കുറ്റപ്പെടുത്തുന്നുണ്ടാവും, കുറെ ആൾക്കാർ പറയും, അങ്ങനെ ആരും സപ്പോർട്ട് ചെയ്യില്ല. കാരണം എല്ലാരും മനസ്സിലുള്ളത് 4 ഗുളിക എപ്പോഴും കഴിച്ചാല് സംഗതി ഒന്നും വേണ്ട. എന്റെ ഒപ്പം 35 കൊല്ലം ഷുഗറിന് ഗുളിക കഴിക്കണം. ഒരു മാറ്റമില്ല. കാരണം ഷുഗർ ഉണ്ട്, 2 തരം ഇൻസുലിൻ ഉണ്ട്. എന്നിട്ട് മൂപ്പര ഷുഗർ ഫാസ്റ്റിങ്ങിന് 200 ഉണ്ടാവും, മറ്റേ 350 ഉണ്ടാവും. അപ്പൊ മൂപ്പര് ഇത് തുടർച്ചയായി കഴിക്കുന്നുണ്ട്, മൂപ്പർക്ക് ഒരു മാറ്റമില്ല. മാറ്റം എന്ന് പറഞ്ഞപ്പോ ഒരു കണ്ണിന്റെ കാഴ്ച ചെറുങ്ങനൊക്കെ കുറഞ്ഞുണ്ട്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാല് ഒരു കാലിന് മറ്റേ തിരിച്ചറിവില്ല. ആ കാലം നമ്മൾ അടിച്ചാലോ മുറിഞ്ഞാലോ ഒന്നും അറിയില്ല. ഇതാണ് ഇപ്പൊ മാറ്റം എന്ന് അറിയാനുള്ളത്. പക്ഷെ ഇവിടെ വന്ന് ഞാൻ കുറെ ആൾക്കാരെ സംസാരിച്ചപ്പോ ഷുഗർ 350 ഒരാള് ഇന്നലെ നമ്മളെ ചർച്ച നടക്കും രാത്രി. അപ്പൊ പുള്ളി പറഞ്ഞത് പുള്ളിക്ക് 350 4 ദിവസം കൊണ്ട് 120, 103 ആയിരുന്നത്. മരുന്നൊന്നും ഇല്ലാണ്ട് വെറുതെ. അപ്പൊ അതിലും കേട്ടപ്പോ പിന്നെ എനിക്ക് എന്തായാലും എന്റെ ഉറപ്പായിട്ട് എന്റെ ഒപ്പനോടെ കുറയുന്ന എനിക്ക് ധൈര്യമുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിന്റെ ചികിത്സാനുഭവത്തിൽ നിന്ന് അദ്ദേഹം പൊതുജനങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം, എല്ലാവരും ആദ്യമായിട്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റു മരുന്ന് ചികിത്സകൾക്കൊക്കെ പോയി ജീവിതശൈലിയെക്കുറിച്ച് യാതൊന്നും പഠിക്കാതെ ചികിത്സിച്ച് ഒരുപാട് സമ്പത്തും ഒക്കെ നഷ്ടപ്പെടുത്തി, ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടിട്ട് അവസാനം വർഷങ്ങളോളം ചികിത്സിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ചികിത്സാ രീതികളെ സമീപിക്കാം. അപ്പൊ അതിനു പകരം ആദ്യം തന്നെ ജീവിതശൈലി രോഗങ്ങൾക്ക് ജീവിതശൈലിയിലൂടെ തന്നെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഇത്തരം ചികിത്സാ കേന്ദ്രങ്ങളെ സമീപിച്ചുകൊണ്ട് ചികിത്സയെടുക്കുകയും എന്നിട്ട് മാറ്റമില്ലെങ്കിൽ മാത്രം മറ്റു മരുന്നുകളിലേക്ക് പ്രവേശിച്ചാൽ മതി എന്നുള്ളതാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ അതിലും കേട്ടപ്പോ പിന്നെ എനിക്ക് എന്തായാലും എന്റെ ഉറപ്പായിട്ട് എന്റെ ഒപ്പനോടെ കുറയുന്ന എനിക്ക് ധൈര്യമുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിന്റെ ചികിത്സാനുഭവത്തിൽ നിന്ന് അദ്ദേഹം പൊതുജനങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം, എല്ലാവരും ആദ്യമായിട്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റു മരുന്ന് ചികിത്സകൾക്കൊക്കെ പോയി ജീവിതശൈലിയെക്കുറിച്ച് യാതൊന്നും പഠിക്കാതെ ചികിത്സിച്ച് ഒരുപാട് സമ്പത്തും ഒക്കെ നഷ്ടപ്പെടുത്തി, ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടിട്ട് അവസാനം വർഷങ്ങളോളം ചികിത്സിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ചികിത്സാ രീതികളെ സമീപിക്കാം. അപ്പൊ അതിനു പകരം ആദ്യം തന്നെ ജീവിതശൈലി രോഗങ്ങൾക്ക് ജീവിതശൈലിയിലൂടെ തന്നെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഇത്തരം ചികിത്സാ കേന്ദ്രങ്ങളെ സമീപിച്ചുകൊണ്ട് ചികിത്സയെടുക്കുകയും എന്നിട്ട് മാറ്റമില്ലെങ്കിൽ മാത്രം മറ്റു മരുന്നുകളിലേക്ക് പ്രവേശിച്ചാൽ മതി എന്നുള്ളതാണ് താങ്കളുടെ അഭിപ്രായം. പറ്റും, മനസ്സിലൊരു ധൈര്യം ഉണ്ടെങ്കിൽ പറ്റും. ഏതായാലും താങ്കളുടെ വിലപ്പെട്ട സമയത്തിന്, പ്രതികരണത്തിന്, അതുപോലെ അനുഭവങ്ങൾ പങ്കുവച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു.